ഉണ്ടാക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്ന ചെറിയൊരു ഹാൻഡ് ബാഗ്. കുട്ടികൾക്ക് വെക്കേഷൻ സമയത്തൊക്കെ ഹാൻഡ് ബാഗ് കണ്ടിട്ടുണ്ടോ? ഹാൻഡ് ബാഗ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഹാൻഡ് ബാഗ് പിന്നെ ഓലപ്പടകം അല്ലേ, വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്. കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് ഇരുന്ന് പ്രായമുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു ഐറ്റംസാണ്. കാണിച്ചു തരാം. മറ്റൊന്നുമില്ല, ആദ്യം നമ്മളിത് ഇലയെടുക്കുക. അതിപ്പോൾ പഴുത്തയാലും കുഴപ്പമില്ല, പച്ചയാലും കുഴപ്പമില്ല. ഇതാദ്യം തന്നെ നേരെ നമ്മൾ നടു ചീന്തി എടുക്കുകയാണ് ചെയ്യുന്നത്. നടു ചീന്തി രണ്ട് പൊളപ്പായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ നമ്മൾ കട്ട് ചെയ്ത് അത് മാറ്റണം. അതിൻ്റെ ആവശ്യമില്ല, അത് വേസ്റ്റാണ്. പിന്നെ ഇത് ഈ ഷേപ്പിൽ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഭാഗം ഇങ്ങനെ ചുറ്റിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളതിനെ ഇങ്ങനെ ചുറ്റിച്ച് റൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം താഴെ ഉള്ളത് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഇതിലൂടെ എടുത്തിട്ട് അടിഭാഗത്തേക്ക് വീണ്ടും വേണമെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്ത് കുറക്കാം. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. കൂടുതലും പഴുത്ത ഇലയാകുമ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ചെറിയൊരു ഹാൻഡ് ബാഗായില്ലേ, കണ്ടിട്ടുണ്ടോ? അതുപോലെ നമുക്ക് അടുത്ത ഓലപ്പടകം എങ്ങനെയുണ്ടാകും നോക്കാം. ഓലപ്പടക ഇങ്ങനെ ഒരു മടക്ക് ആദ്യം മടക്കി, അതിന് വീണ്ടും ഇങ്ങോട്ടൊരു മടക്ക്, വീണ്ടും ഇങ്ങോട്ടൊരു മടക്ക് മടക്കി, വീണ്ടും ഇങ്ങോട്ട് നമ്മൾ സമൂസേൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാക്കി വരും. എന്നിട്ട് ഉള്ളിലേക്ക് ഇതിനെ കൊണ്ടുപോകും. കണ്ടില്ലേ, നല്ലൊരു ഹാൻഡ് ബാഗ് റെഡി, ഓലപ്പടകം റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്യട്ടെ. ഓക്കെ, ബൈ. ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, ഒന്നും രണ്ടൊന്നും അല്ല, ഒരുപാട് ഹാൻഡ് ബാഗുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ഒക്കെ ഹാൻഡ് ബാഗ് കളിക്കാൻ പറ്റിയ ഹാൻഡ് ബാഗ്. ഓലപ്പടകം നല്ല ഭംഗിയുണ്ടല്ലേ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റംസാണ്. അപ്പോൾ എല്ലാവരും എന്താക്കുക, ഒന്ന് ചെയ്ത് നോക്കുക അല്ലേ. കുട്ടികൾക്കൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ കളി